കൃഷ്ണ ഗുരുവായൂരപ്പ. നമ്മളിന്ന് പറയാൻ പോകുന്നത് വ്രതങ്ങളെ പറ്റിയിട്ടാണ്. പലരും വ്രതങ്ങളെടുക്കുക എന്നൊക്കെ പറയും. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ് ഓരോ ദിവസം ആഴ്ച വ്രതങ്ങളെ പറ്റിയിട്ടൊക്കെ നമുക്കൊന്ന് പറയാം. ആചാര അനുഷ്ഠാനങ്ങളിൽ വ്രതങ്ങൾക്ക് സുപ്രധാന സ്ഥാനമാണ്. ഐശ്വര്യം, ആരോഗ്യം, പുണ്യം എന്നിവയാണ് വ്രതാനുഷ്ഠാനത്തിൻ്റെ ഫലം. നിരവധി വ്രതങ്ങളെപ്പറ്റിയും അവ പ്രദാനം ചെയ്യുന്ന ഉത്തമ ഫലങ്ങളെപ്പറ്റിയും പുരാണങ്ങളിൽ വിവരിക്കുന്നുണ്ട്. ശാരീരികവും മാനസികവും ആത്മീയവുമായ നേട്ടങ്ങളിൽ അധിഷ്ഠിതമായാണ് വ്രതങ്ങൾ. നിത്യം, നൈമിത്തികം, കാമ്യം എന്നിങ്ങനെ 3 തരം വ്രതങ്ങളാണുള്ളത്. മോക്ഷപ്രാപ്തിക്ക് വേണ്ടി അനുഷ്ഠിക്കുന്നതാണ് നിത്യം. പാപപരിഹാരത്തിനായിട്ടുള്ളതാണ് നൈമിത്തികം. ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയുള്ളതാണ് കാമ്യം. ശരീരം, മനസ്സ്, ആഹാരം എന്നീ ശുദ്ധികൾ വ്രതങ്ങൾക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ്. പ്രധാനപ്പെട്ട വ്രതങ്ങളും അതിൻ്റെ അനുഷ്ഠാന വിധികളും നമുക്ക് ഒന്ന് നോക്കാം. ആഴ്ച വ്രതങ്ങളാണ്. ദിവസത്തിന് പ്രാധാന്യം നൽകി അനുഷ്ഠിക്കുന്നതാണ് ആഴ്ച വ്രതങ്ങൾ. അതിൽ നമുക്ക് ഞായറാഴ്ച വ്രതത്തിൻ്റെ കാര്യം നോക്കാം. ഞായറാഴ്ച വ്രതം എന്ന് പറഞ്ഞാൽ ആദിത്യ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്. അത് അറിയാലോ. നവഗ്രഹങ്ങളിൽ ഉള്ളതാണെങ്കിലും സൂര്യൻ ഒരു നക്ഷത്രമാണ്. രവി, സൂര്യൻ, അങ്ങനെ രവിവാർ എന്നൊക്കെ പറയണു. ശരിക്കും മനസ്സാക്ഷി, ബുദ്ധി, വ്യക്തിത്വം, ധൈര്യം, ദൈവത്തോടുള്ള ഭക്തി, പ്രതിരോധ ശേഷി, സ്വാശ്രയത്വം, ബഹുമാനം, വിശ്വാസ്യത, രാജകീയത, നേതൃത്വം, പ്രശസ്തി തുടങ്ങിയ ഗുണങ്ങളെയൊക്കെ സൂര്യൻ പ്രതിനിധീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞായറാഴ്ച വ്രതം എടുത്താൽ ശരിക്കും കുഷ്ഠം, ചൊറി, നേത്ര രോഗം ഇവ മാറാനൊക്കെ ഏറ്റവും ഉത്തമമാണ്. ഞായറാഴ്ച ഭജിക്കുന്നത്, സൂര്യനെ ഭജിക്കുക നവഗ്രഹങ്ങളുടെ പ്രഥമ സ്ഥാനീയനാണല്ലോ. അപ്പം മാനസിക സംഘർഷം കുറയും. തൊഴിൽ പുരോഗതിക്ക്, അതേമാതിരി രാവിലെ ശരീരശുദ്ധിയോടെ ഭക്തിയോടെയൊക്കെ കിഴക്ക് ദർശനമായിട്ടിരുന്ന് അഷ്ടോത്തര ശതനാമാവലിയൊക്കെ ജപിക്കുന്നത് നല്ലതാണ്. അത് ഒരിക്കലോണേ പറ്റൂ. ഉപ്പ്, എണ്ണ എന്നിവയൊക്കെ ഒഴിവാക്കണം. രക്തപുഷ്പം കൊണ്ട് പൂജ, രക്തചന്ദനം പ്രസാദമായി ധരിക്കൽ, അതായത് ചുവന്ന മുണ്ട് അല്ലെങ്കിൽ ചുവന്ന വസ്ത്രം ഉപയോഗിക്കുക അന്നത്തെ ദിവസം ഞായറാഴ്ച. നമ്മൾ പൂജ ചെയ്യുന്നതിൻ്റെ മുൻപ് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന ചുവപ്പുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുക, ചുവന്ന പൂക്കളെ കൊണ്ട് പൂജ ചെയ്യുക എന്നിവയൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് സൂര്യന് ചെയ്യാനുള്ളത്. അതുപോലെ ആദിത്യ ഹൃദയം ജപിക്കുകയും ചെയ്യുക. ബുദ്ധിശക്തി ശരിയായ രീതിയിൽ മൂർച്ച കൂട്ടിയിട്ട് വേണ്ട സമയത്ത് ഉപയോഗിക്കാൻ ഉതകുന്ന തരത്തിൽ ഒക്കെ ആവാൻ സൂര്യനെ ഞായറാഴ്ച ഭജിക്കുന്നത് നല്ലതാണ്. അതുപോലെ സ്ഥിരമായിട്ട് ഉപവസിക്കുന്ന ആളുകൾക്ക് മരണശേഷം സൂര്യനിലേക്ക് പ്രവേശിക്കുന്നതാണ് വിശ്വാസം. സൂര്യൻ ഒരാളുടെ ജാതകത്തിൽ നന്നായിട്ട് നിർണായകമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. പ്രശസ്തിയും ഭാഗ്യം, തൊഴിൽ, കുടുംബം, ചർമ്മം മുതലായവയ്ക്കൊക്കെ സൂര്യൻ്റെ രാശിചക്രത്തിൽ വരുന്നുണ്ട്. അതിനൊക്കെ നിയന്ത്രിക്കുന്നത് സൂര്യൻ തന്നെയാണ്. രാവിലെ നോമ്പ് തുടങ്ങുക. രാവിലെ ഉപവാസത്തോടെയാണ് തുടങ്ങേണ്ടത് കേട്ടോ. ഉപവാസം തന്നെയാണ് അന്ന് ഏറ്റവും വേണ്ടത്. രാവിലെ സൂര്യനെ കാണുന്നത് വരെ, അതായത് പിറ്റേ ദിവസം രാവിലെ കാണുന്നത് വരെ സൂര്യദേവന് ഉപവാസം ചെയ്യാന്നൊക്കെയാണ് പറയുന്നത്. അതേപോലെ സൂര്യദേവന് വെള്ളം അർപ്പിച്ചിട്ട് വ്രതം അവസാനിപ്പിക്കാം. അതാണ് സൂര്യാസ്തമയത്തിന് മുമ്പ് ഒക്കെ ഉപ്പ്, എണ്ണ, വറുത്ത വസ്തുക്കളൊന്നും കഴിക്കാതിരിക്കണം എന്നാണ്. അസ്തമയത്തിന് മുമ്പ് കുളിച്ച് ആദിത്യഭജനം നടത്തുക എന്നൊക്കെയാണ് സൂര്യൻ്റെ നമുക്ക് അനുഗ്രഹം കിട്ടാനായിട്ട് ഞായറാഴ്ച ഉപവാസം ഇരിക്കുമ്പോൾ, വ്രതം നോക്കുമ്പോൾ ചെയ്യാനുള്ള കാര്യം. അതുപോലെ തിങ്കളാഴ്ച വ്രതം ശിവപ്രീതിക്കാണ്. പ്രധാനമായും സ്ത്രീകളാണ് ഇവ അനുഷ്ഠിക്കുന്നത്. മംഗല്യത്തിനും കുടുംബ ശ്രേയസിനും, അതായത് തൻ്റെ പതിക്ക് നല്ലത് വരുത്താനൊക്കെ വേണ്ടിയിട്ട് പാർവതീദേവി തിങ്കളാഴ്ച വ്രതം അങ്ങനെയാണ് നോറ്റിയിട്ടാണ് ശിവഭഗവാനെ കിട്ടിയത് എന്നൊക്കെയാണ് പുരാണങ്ങളിലുള്ളത്. മംഗല്യത്തിനും
കുടുംബ ശ്രേയസ്സിനും തിങ്കളാഴ്ച വ്രതം നല്ലതാണ്. മേടം, ഇടവം, ചിങ്ങം, വൃശ്ചികം മാസങ്ങളിലൊക്കെ ഉത്തമമാണ്. ചിങ്ങത്തിൽ അതിവിശേഷമാണ്. ശിവപാർവതി പൂജ, പഞ്ചാക്ഷര ജപം ഇവയൊക്കെ അനുഷ്ഠിക്കുക. അതുപോലെ ശിവക്ഷേത്രങ്ങളിൽ പോയിട്ട് അന്നത്തെ ദിവസം എന്തായാലും നമ്മൾ വ്രതം എടുക്കുന്നുണ്ടെങ്കിൽ ശിവക്ഷേത്രത്തിലെ ദർശനം അനിവാര്യമാണ്. അതുപോലെ ചൊവ്വാഴ്ച വ്രതം ഹനുമാനും ദേവിക്കുമാണ് പ്രധാനപ്പെട്ടത്. രാത്രി ഉപ്പില്ലാത്ത ആഹാരം കഴിക്കണമെന്നാണ്. ശർക്കരയും നെയ്യും ചേർത്ത പലഹാരങ്ങളും അതുപോലെ രക്തചന്ദനം, രക്തപുഷ്പങ്ങൾ ഇവയൊക്കെയാണ് നേദിക്കാനുള്ളത്. അപ്പോൾ ചൊവ്വാഴ്ച വ്രതം എന്ന് പറഞ്ഞാൽ അപ്പോൾ ദേവീക്ഷേത്രത്തിലോ ഹനുമാൻ ക്ഷേത്രത്തിലോ ഒക്കെ പോയി പ്രാർത്ഥിക്കാവുന്നതാണ്. ബുധനാഴ്ച വ്രതം അതുപോലെ ബുധപ്രതിഥിക്കാണ്. വിദ്യാപുരോഗതിക്കൊക്കെ നമ്മൾ പഠിക്കുന്ന കുട്ടികളോ ഒക്കെ ഉള്ള അറിവ് കൂടുതൽ ആവശ്യമുള്ള, എല്ലാവർക്കും ആവശ്യമാണെങ്കിൽ കൂടി മറവിയൊക്കെ ഒഴിവാക്കാനായിട്ട് ബുധനാഴ്ച വ്രതം അനുഷ്ഠിക്കാൻ പറ്റും. അതേപോലെ അന്നത്തെ പച്ച നിറത്തിലുള്ള സാധനങ്ങളൊക്കെ പൂജയ്ക്ക് ഉപയോഗിക്കാം. അതേപോലെ ദാനം ചെയ്യാനൊക്കെ പറ്റുന്ന ദിവസം ബുധനാഴ്ചയാണ്. ബുധനാഴ്ച വ്രതം നോറ്റ് കഴിഞ്ഞാൽ ധാരാളം അറിവ് നമ്മുടെ കൂടെ ഉണ്ടാവുന്നതാണ്. അറിവിന് മാത്രം ഇരുമ്പ് ഇരിക്കക്കിടം വിദ്യയ്ക്ക് ഒരിക്കലും കെടില്ല എന്നാണ്. അതിങ്ങനെ രാഗി മിനുക്കിയ പോലെ നിത്യവും അറിവ് പകർന്നു കൊടുത്താൽ അത് പലരേക്കും എത്തിപ്പെടുകയും ചെയ്യും. അതുപോലെ നമ്മുടെ അറിവ് വർദ്ധിക്കുകയും ചെയ്യുന്ന. പിന്നീട് വ്യാഴാഴ്ച ഐശ്വര്യദായകമാണ്. വ്യാഴാഴ്ച ശരിക്കും മഹാവിഷ്ണുവിൻ്റെ, ശ്രീരാമനൊക്കെ ഏറ്റവും മഹാവിഷ്ണു തന്നെയാണ് വ്യാഴം. ആ വ്യാഴം ഗ്രഹത്തിൻ്റെ ആ ഒരു ഇതിന് അനുസരിച്ചാണ് വ്യാഴാഴ്ച വ്രതം. ശ്രീരാമനും മഹാവിഷ്ണുവിനൊക്കെ പശുവിൻ പാല് കൊണ്ടൊക്കെ നെയ്യ് കൊണ്ടൊക്കെ ഉള്ള നിവേദ്യങ്ങളൊക്കെ കഴിക്കാം, പാലഭിഷേകം നടത്താം. അതൊക്കെയാണ് ഏറ്റവും, അതായത് എന്നും ഭഗവാന്റെ കാരുണ്യം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വ്യാഴാഴ്ച വ്രതം നോക്കുന്നത്. വെള്ളിയാഴ്ച വ്രതം അത് മഹാലക്ഷ്മി, അന്നപൂർണേശ്വരി എന്നീ ദേവതകളെ ഭജിക്കണം. വെള്ളിയാഴ്ച അത്താഴം ഉപേക്ഷിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അന്നലക്ഷ്മി ഉള്ള അന്നപൂർണേശ്വരി ഉണ്ടായതുകൊണ്ടാണ്. പിന്നെ മഹാലക്ഷ്മി നമുക്ക് എന്നും ധനവും സമ്പത്തും ഒക്കെ കൊണ്ടു തരുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെയാണ് അന്നപൂർണേശ്വരിയുടെയും സ്ഥാനം. അപ്പം അത് കാരണമാണ് പറയുന്നത്. ശനിയാഴ്ച വ്രതം അത് ശാസ്താവിൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്. ശനിദോഷ പരിഹാരത്തിന് ശനിയാഴ്ച വ്രതം നമ്മൾ ജാതകവശാലൊക്കെ ഉണ്ടെങ്കിൽ ശനിയുടെ കണ്ടകശനി, ഏഴര ശനി എന്നൊക്കെ പറയില്ലേ, അതിനൊക്കെ ഏറ്റവും ഉത്തമമാണ് ശനിദോഷത്തിന് ശനി ശാസ്താവിനെ ഭജിക്കുക. കറുത്ത എള്ള്, കറുത്ത വസ്ത്രം, ഉഴുന്ന്, എണ്ണ എന്നിവയൊക്കെ നമുക്ക് എവിടെയെങ്കിലും വഴിപാട് ചെയ്യാം. അത് നിവേദിക്കാൻ പറയാം ശാസ്താവിന്. ഒരിക്കലാണ് അന്ന് നിർബന്ധമാണ്, അത് പാലിക്കേണ്ട ആവശ്യമാണ്. അടുത്തത് പ്രദോഷവ്രതാണ്. പ്രദോഷം ശിവപ്രീതിക്ക് അനുഷ്ഠിക്കുന്ന വ്രതമാണ്. ത്രയോദശി സന്ധ്യയ്ക്ക് ഈ വ്രതം അനുഷ്ഠിക്കുന്നത് അത്യുത്തമമാണ്. ദാരിദ്ര്യം, ദുഃഖം, ശത്രുദോഷം എന്നിവ നശിക്കും. സന്താനലബ്ധി, ഐശ്വര്യം, ആയുസ് എന്നീ ഫലങ്ങളും ലഭിക്കുന്നതാണ്. പ്രഭാതത്തിൽ ശിവക്ഷേത്ര ദർശനം നടത്തുക. പകൽ സമയം ഉപവസിച്ചുകൊണ്ട് പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. വൈകിട്ടും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പാരണയോടുകൂടി വേണം വ്രതസമാപ്തി വരുത്തുക. പിന്നെ ഷഷ്ടിവ്രതം, നമ്മുടെ സുബ്രഹ്മണ്യ പ്രീതിക്ക് ഷഷ്ടിവ്രതം ഉത്തമമാണ്. ഒരിക്കലുമാണ് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം, പൂജ, കഥാശ്രവണം, കാവടി അഭിഷേകം എന്നിവയ്ക്ക് അനുഷ്ഠിക്കാം. ഉദയാൽപരം 6 നാഴികയുള്ള വെളുത്ത ഷഷ്ടിയിലാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത്. ഒരു മാസത്തിൽ 2 ഷഷ്ടികളുണ്ട്. പൗർണമിക്ക് മുമ്പുള്ളതിന് വെളുത്ത ഷഷ്ടിയെന്നും അമാവാസിക്ക് മുമ്പുള്ളതിന് കറുത്ത ഷഷ്ടിയെന്നും പറയും. കറുത്ത ഷഷ്ടിക്ക് വ്രതം അനുഷ്ഠിക്കാൻ പാടില്ല. സൂര്യോദയത്തിന് ശേഷം 6 നാഴിക ഷഷ്ടിയുണ്ടെങ്കിൽ ഈ ദിവസം ഷഷ്ടിവ്രതം എടുക്കും. ഇല്ലെങ്കിൽ തലേന്നാണ് ഷഷ്ടിവ്രതം. ഏകാദശി ഭൂരിപക്ഷമെന്നും ആനന്ദപക്ഷമെന്നും 2 വിഭാഗം ഏകാദശി വ്രതമുണ്ട്. ഭൂരിപക്ഷ ഏകാദശിക്ക് ദശമി തട്ടാൻ വിരോധമില്ല. ആനന്ദപക്ഷക്കാർക്ക് ദശമി തട്ടുന്ന ഏകാദശി വ്രതം പാടില്ല. വെളുത്തപക്ഷ ഏകാദശിയാണ് ഉത്തമം. എന്നാൽ കറുത്തപക്ഷ ഏകാദശിയും വ്രതം എടുക്കാറുണ്ട്. ഇഹലോക സുഖവും പരലോക മോക്ഷപ്രാപ്തിയുമാണ് ഏകാദശിയുടെ വ്രതഫലം. ഏകാദശി നാള് പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കണം. ഭജന, ക്ഷേത്രദർശനം ഇവ നടത്തി ദ്വാദശി നാൾ പാരണ കഴിച്ച് വ്രതം അവസാനിപ്പിക്കാം. വൈകുണ്ഠ ചതുർദശി
കാർത്തിക മാസത്തിലെ വെളുത്തപക്ഷ ചതുർദശിയിലാണ് വൈകുണ്ഠ ചതുർദശി വ്രതം അനുഷ്ഠിക്കുന്നത്. വൈകുണ്ഠപ്രാപ്തി ലഭിക്കുന്നതിനായിട്ട് നാരായണൻ തന്നെ അരുളി ചെയ്തിട്ടുള്ളതാണ് ഈ വ്രതം എന്നാണ് പറയുന്നത്. പരിവർത്തന ഏകാദശി. ഭദ്രപാദ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് പരിവർത്തന ഏകാദശി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അനന്തശായിയായ പത്മനാഭൻ തിരിഞ്ഞു കിടന്നതിന്റെ ഓർമ്മയ്ക്കാണ് ഈ വ്രതം കൈക്കൊള്ളുന്നത്. ഈ വ്രതം നോറ്റാൽ ഐശ്വര്യം, സമ്പത്ത് എന്നിവ വർദ്ധിക്കുന്നതാണ്. പുത്രദാ ഏകാദശി. ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി നാളിലാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നത്. ഉത്തമനായ പുത്രൻ ജനിക്കുന്നതിന് വേണ്ടിയാണ് പുത്രദാ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത്. ഈ വ്രതം യഥാവധി അനുഷ്ഠിക്കുന്ന സന്താനരഹിതർക്ക് പോലും സന്തതി ജനിക്കുന്നു. വ്രതം അനുഷ്ഠിക്കുന്നവർ പകൽ ഉപവസിച്ച് സത്യസ്വരൂപനായ നാരായണന്റെ നാമജപം, കീർത്തനം, പുരാണങ്ങൾ തുടങ്ങിയവ പാരായണം ചെയ്യുക. പിന്നെ വിനായക ചതുർത്ഥിയുടെ ഗണപതി പ്രീതിക്ക് ഉത്തമമാണ് വിനായക ചതുർത്ഥി വ്രതം. ഗണപതി ക്ഷേത്ര ദർശനം, ഗണേശ വിഗ്രഹ നിമജ്ജനം, പുരാണ കഥാശ്രവണം, ഒരിക്കലൂണ് എന്നിവ അനുഷ്ഠിക്കണം. അന്നേ ദിവസം ചന്ദ്രദർശനം പാടില്ല. എല്ലാവിധ തടസ്സങ്ങളും നീങ്ങാൻ ഈ വ്രതം നല്ലതാണ്. നവരാത്രി 9 ദിവസത്തെ ദേവീപൂജയാണ് നവരാത്രി ആഘോഷത്തിലെ പ്രധാനം. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി, യോഗമായ, കഥാന്തിക, ശകാംബരി, ശ്രീദുർഗ, ഭ്രമരീദേവി, ചണ്ഡിക തുടങ്ങിയ 9 രൂപങ്ങളിൽ ദേവിയെ ആരാധിക്കുന്നു. അന്ന് കുമാരി പൂജയും നല്ലതാണ്. ധാന്യങ്ങൾ മധുരം ചേർത്ത് പുഴുങ്ങി നിവേദിക്കണം. ദേവീക്ഷേത്ര ദർശനം, ഒരിക്കലൂണ്, ദേവീപുരാണ പാരായണം, ദേവി മാഹാത്മ്യ പാരായണം എന്നിവ അനുഷ്ഠിക്കാം. ദുർഗാഷ്ടമി നാളിലെ രാഹുപൂജയും പൂജ വയ്ക്കുകയും വിദേശദശമി നാളിൽ പൂജ എടുക്കുകയും ചെയ്യാം. ദീപാവലിക്ക് ദേവി പൂജയ്ക്കാണ് പ്രാധാന്യം. ദേവി സ്തുതി, ഭജന എന്നിവ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. സന്ധ്യയ്ക്ക് നിറയെ വിളക്കുകൾ കത്തിക്കണം. രാത്രി ഊണ് പാടില്ല. വിജയദശമി അശ്വിന മാസത്തിലെ ശുക്ലപക്ഷദശമി നാളിലാണ് വിജയദശമി. ഇതിനെ ആയുധപൂജാ ദിനമായിട്ടും വിദ്യാരംഭമായിട്ടൊക്കെ ആഘോഷിക്കുന്നു. ശ്രീരാമചന്ദ്രൻ ഈ നാളിലാണ് രാവണനെ വധിച്ചതെന്നും അതുപോലെ അജ്ഞാതവാസക്കാലത്തെ അർജുനൻ ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നതിനായി ആയുധം ധരിച്ചതെന്നും വിശ്വസിക്കപ്പെടുന്നു. ഈ നാളിൽ കുട്ടികളെ എഴുത്തിനിരുത്തുന്നു. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട വ്രതങ്ങളാണുള്ളത്. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കാം. ഇനി അറിയാത്തവർക്കായിട്ട് എല്ലാവരും ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.